ഹായ്, സുഖല്ലേ? ഇത് മഞ്ചീര. നല്ല തണുത്ത ഒരു കപ്പ് തൈരിൽ ഇതൊരു സ്പൂൺ ഇട്ട് കഴിച്ചിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. ഒരു ഭയങ്കര അനുഭവമാണ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. മാങ്ങയാണ് കേട്ടോ അതിന് വേണ്ടത്. പിന്നെ മഞ്ചീര. അതിൽ 3 ടൈപ്പ് ജീരകമാണ് നോർമലി യൂസ് ചെയ്യുക. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പല ടൈപ്പ് അച്ചാറും ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ അവിടുത്തെ മാതിരിയല്ല, ഡിഫറെൻറ്റ് ടൈപ്പിൽ മസാലകൾ അതിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണ് കേട്ടോ ഇതിൽ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഞാനിപ്പോൾ 2 മാങ്ങയും പച്ചമാങ്ങയും ഒരു 5-6 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കുറച്ച് ദിവസത്തേക്കാണ് വന്ന് വെച്ചാൽ നമുക്ക് ഈ മാങ്ങ മതി. നമ്മളുടെ കിളിമൂക്കം മാങ്ങ, ഞങ്ങൾ പാലക്കാട് ഇതിന് കിളിമൂക്കം മാങ്ങ എന്ന് പറയുക, കിളിച്ചുണ്ടൻ മാങ്ങ. ഇതിന് പുളി കുറവല്ലേ, അപ്പോൾ ഇത് മതി. അതല്ല നമ്മളൊരു വർഷത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ള ചെറിയ മാങ്ങ അണ്ടിയോട് തന്നെ മുറിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോളൂ. അപ്പോൾ ഇതിലിടണ മസാല 3 ജീരകം ഇതിൽ മെയിനായിട്ടിട്ടു. പിന്നെ നമ്മുടെ നോർത്തിലൊക്കെ പൊതുവേ പല ടൈപ്പ് മസാലകൾ ഇട്ടിട്ട് അച്ചാറുണ്ടാക്കും. അതിലേറ്റവും രസമുള്ളതും ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ മഞ്ചീര. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ജീരകം, പിന്നെ ഉലുവ, പെരിഞ്ജീരകം എല്ലാം കുറച്ച് ഞാനൊക്കെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ കുറച്ച് പിന്നെ കുറച്ച് കടുക്, കുറച്ച് പച്ചമല്ലി കേട്ടോ. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട, അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതാ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല മണം വരുന്ന പോലെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ മസാലയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റും ആ മണവും. അപ്പോൾ കരിഞ്ജീരകം ഇഷ്ടമില്ലാത്തവർ മാറ്റിക്കോളൂ, പക്ഷേ പെരിഞ്ജീരകവും ജീരകവും എന്തായാലും ഇട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം മിക്സിയിൽ പൊടിച്ചെടുക്കണ്ട, തരിവിരിയായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അതുപോലൊരു ചെറിയ കല്ലിലിട്ടിട്ട് ഇതിനെ നമുക്ക് കുത്തി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടുള്ളൂ. ഇത് നല്ല തൈര് ചോറ്, പിന്നെ നമ്മുടെ പൊങ്കൽ, ഉപ്പുമാവ്, കിച്ചടി, ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോംബോ ആണ്. ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക്, മാങ്ങ അരിഞ്ഞതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുറിച്ച് വെച്ചിരിക്കണം പച്ചമുളക്. ഈ പച്ചമുളക് ഇട്ട പാത്രം കണ്ടിട്ട് ചിരിക്കണ്ട കേട്ടോ. അത് ഞാൻ ദീപാവലിക്ക് വാങ്ങിയ വിളക്കാണ്. കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഉരുളി പോലെ തോന്നിയപ്പോൾ ഞാനത് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ പൊടി നമ്മൾ ചതച്ച് വെച്ചില്ലേ, ആ പൊടി കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം കേട്ടോ. ഇതൊരു കപ്പ് നല്ലോണം കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഇതിന് എരിവില്ലല്ലോ, അപ്പോൾ കളറിന് വേണ്ടി അതിട്ട്. ഇത് നമ്മളുടെ സാധാ മുളക് പൊടിയാണ്, അത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ കായപ്പൊടി വേണം, കായം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലൊരു സാധനം കൂടി ചേർത്താനുണ്ട്, അതുകൂടി കാണിച്ചു തരാം കേട്ടുള്ളൂ. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട്, നമ്മുടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കി, ഏതെണ്ണയിലും എടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. വെളിച്ചെണ്ണ വേണ്ട, വേറെ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ. ആ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഞാൻ ഓഫ് ചെയ്തു കുറച്ച്. അതിന് ശേഷമാണ് അത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടുള്ളൂ. അപ്പോൾ ആ എണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു. ഇനി ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്താനുണ്ട്, അതും കൂടി ചേർത്ത് ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എന്തൊരു കളറല്ലേ, നല്ല കളറ്, നല്ല മണമാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്താം. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരപ്പൊടിയാണ് ചേർത്തേണ്ടത്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പെട്ടെന്ന് കഴിക്കാനാണ് കാരണം ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്തി. നിങ്ങൾ കുറേ ദിവസത്തേക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പൊടി ചേർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അതായത് ശർക്കര അതും കൂടി ചേർത്തിട്ട് നോക്കൂ. ഇതാ നല്ല രസമല്ലേ കാണാൻ, നല്ല മണവും നല്ല കളറുമാണ് ഇതിന്. അപ്പോൾ നമ്മൾ ഇതിലിത്തിരി എണ്ണ അങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കണം. എന്തായാലും ഇത്ര എണ്ണ എന്തായാലും വേണം കേട്ടോളൂ. അച്ചാറിന് നമ്മൾ സാധാരണ എടുക്കണം, അത്ര എണ്ണ വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നല്ല മണമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രത്യേക മണമാണ് ഇതിന്. ഈ മണമാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ. പിന്നെ നല്ല തണുത്തൊരു കപ്പ് തൈരിൽ ഇതൊരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിങ്ങനെ കോരി കുടിച്ചു നോക്കൂട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കും. ഒരു പ്രാവശ്യം നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും മഞ്ചീര ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവരും തൈരിലിട്ട് കഴിക്കാറുള്ളവരും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോളൂ. ഒരു അടിപൊളി കോംബോ ആണത്. അപ്പോൾ നമ്മുടെ മഞ്ചീര ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ചെറിയൊരു കുപ്പി ഗ്ലാസ് നമ്മുടെ കുപ്പിയിലേക്കുണ്ട്, പിന്നെ ഒരു ചെറിയ ബൗളിലേക്കും ഉണ്ട്. അപ്പോൾ നമുക്കതൊരു കുപ്പിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാറ്റുള്ളൂ. ഇതൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഓഹോ, അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതിങ്ങനെ തന്നെ ടേസ്റ്റ് നോക്കി കഴിയുന്നതാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് അതുപോലെ ഒരു സ്പൂൺ നന്നായിട്ട് ഇങ്ങനെ കോരിയെടുക്കുക. എന്നിട്ട് നല്ല തണുത്ത തൈര്, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത തൈര് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് അതുപോലെ 2 സ്പൂൺ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ ഇങ്ങനെ കോരി അങ്ങനെ കഴിച്ചു നോക്കും.
അപ്പം എന്നിട്ട് പറയൂ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് കേട്ടോ. ഇവിടെ ഉള്ളവർ അച്ചാറുണ്ടാക്കി കുറേ ദിവസം വെയിലത്ത് കൊണ്ടുവയ്ക്കും കുപ്പി. അപ്പോൾ ഒട്ടും പൂപ്പൽ വരാതെ നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. മറക്കില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടുള്ളൂ. അപ്പം നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ശരി കേട്ടുള്ളൂ. ഓക്കെ ബൈ.